ചേട്ടനെ വിളിക്കും. ചേട്ടയുടെ ചേട്ടനെ വിളിച്ച് ചേട്ടൻ ചേട്ടൻ എനിക്കല്ലേ അവനോ ചേട്ടൻ എനിക്കല്ല തുടങ്ങിക്കോട്ടെ. നീ നിന്നെ നേരത്തെ എണീറ്റേ? ചേട്ടാന്ന് വെച്ച് ഇപ്പൊ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ചേട്ടനെ വിളിക്കണ്. ചേട്ടനെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഡോഡൂന്നും പറഞ്ഞിട്ട് ഓടി വരും. ചേട്ടനൊന്നും എണീറ്റിട്ടില്ല അല്ലേ? അല്ലേ അല്ലേടെ മിന്നി മിന്നി. ഉറങ്ങിയില്ല. വെളുപ്പാങ്കാലത്ത് എനിക്ക് പോരും ഇങ്ങോട്ട് ബാക്കിയുള്ളതിൻ്റെ ഉറക്കം കളയാനായിട്ട്. കോള പറ. മുമ്പൊക്കെ എഴുതപ്പനാണ് ആദ്യം എണീക്കാറുള്ളത്, കുറച്ച് നേരത്തെ എണീക്കാറുള്ളത്. ഇപ്പം ഡോണു ആദ്യമേ എണീറ്റിട്ട് ബാക്കി എല്ലാവരെയും വിളിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രം, അതായത് എഴുതപ്പൻ്റെ ഉറക്കം ഇങ്ങനെ മുറിഞ്ഞു പോണ ദിവസങ്ങളിൽ മാത്രമാണ് എഴുതപ്പൻ നേരത്തെ എണീറ്റിട്ട് ഡോണുവിനെ വിളിക്കാറുള്ളത്. ഇതിപ്പോൾ അതേ ചേട്ടാ ചേട്ടാ എന്നുള്ള വിളി കേട്ടിട്ട് എഴുതപ്പനെ എണീറ്റു. അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് കുട്ടി പ്രാർത്ഥനയൊക്കെ ഉണ്ട് അമ്മമ്മയും പിള്ളേരൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ പ്രാർത്ഥനയും കഴിഞ്ഞ് സ്തുതി കൊടുക്കലും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബെഡിൽ തന്നെ ഇരുന്നിട്ട് രണ്ടുപേരും നല്ല മൂഡിലാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ, എല്ലാ ദിവസവും ഈ ഒരു മൂഡിലൊന്നും ആയിരിക്കില്ല. ചില സമയത്ത് ഭയങ്കര കരച്ചിലും ബഹളമായിരിക്കും, വാശിയും ഇതൊക്കെ ആയിരിക്കും. ഇന്ന് എന്തോ രണ്ടുപേരും നല്ല മൂഡിലാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ അതേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊഞ്ചിക്കലും ലാളനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇവരെല്ലാ ദിവസവും നല്ല പിള്ളേരായിട്ട് എണീക്കുള്ളൂ എന്ന്. ഇങ്ങനെയൊന്നുമല്ല. ഇന്ന് എന്താണെന്നറിയില്ല, നല്ല മൂഡിലാണ് രണ്ടുപേരും എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് കൊഞ്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും തുടക്കം ഉമ്മയിൽ തുടങ്ങും എന്നുണ്ടെങ്കിലും അവസാനിക്കുന്നത് എന്തെങ്കിലും ഒരു പിച്ചിലോ മാന്തലോ ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതേ ഡോണുവിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു നൈസായിട്ട് കിട്ടിയതിന് ശേഷമാണ് ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഏതപ്പൻ കട്ടിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ഉപദ്രവമുള്ളൂ, ഇങ്ങോട്ട് ഉപദ്രവം കിട്ടാത്ത രീതിയിൽ അവൻ മാറി നിൽക്കും കേട്ടോ. അങ്ങോട്ടേക്ക് എത്ര വേണമെങ്കിലും പിച്ചാനും മാന്താനും ഒന്നും അവന് പ്രശ്നമില്ല, പക്ഷെ അവനിട്ട് ഒന്നും കിട്ടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങും കേട്ടോ. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഡോണുവിന് എത്ര വേണമെങ്കിലും പിച്ചലും മാന്തലും ഒക്കെ അവൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഡോണുവിൻ്റെ നിന്ന് നൈസായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കംപ്ലൈൻറ്റ് പറച്ചിലാണ്. അങ്ങനെ ഞങ്ങളുടെ മതിൽ പണിയെ കഴിഞ്ഞു. ഇനി ഗേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. അപ്പോൾ അവിടെ കുറേ ചില്ലറ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിറകൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിൻ്റെ പരിപാടിയിലുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞി ഓല അവിടെ കിടക്കണുണ്ടായിരുന്നപ്പോൾ ഏതപ്പനും നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് ആ ഓല വെട്ടിക്കോന്നും പറഞ്ഞിട്ട് അവന് കൊടുത്തു. തലയിൽ നല്ല വെയിലായതുകൊണ്ട് തലയിൽ ഒരു തുണിയും കെട്ടി കൊടുത്തു. പക്ഷെ അവനിങ്ങനെ വേർപ്പ് നിൽക്കണം, ഭയങ്കര ചൂടാണ്, അവന് തല ഭയങ്കരമായിട്ട് പെട്ടെന്ന് വേർക്കും. അപ്പോൾ അത് കാരണം തുണി കെട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തുണിയൊക്കെ അവൻ ഊരിക്കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും തുണി വെച്ച് കൊടുത്തു. കാരണം ഇതേപോലെ ഓല തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവനെ വീണ്ടും അമ്മ തുണി വെച്ച് കൊടുത്തു. അതേപോലെ കുഞ്ഞു ഓലക്കെട്ട് ഉണ്ടാക്കിയിട്ട് അമ്മ കൊടുത്തു കേട്ടോ. പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ കളിക്കാറില്ല, അപ്പോൾ അത് കളിക്കണ അതേപോലെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് അമ്മ ചെയ്തതാണ് കേട്ടോ. അപ്പോഴത്തേക്കും തുണിയൊക്കെ നാല് വഴിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ആ കുഞ്ഞി ഓലക്കെട്ട് ഇതേപോലെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പണിയെടുത്ത് ക്ഷീണിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞൊരു മിഠായി കഷ്ണം കൊടുത്ത്, അപ്പോഴത്തേക്കും ആ ഒരു ചിരി കണ്ടില്ലേ, പണിയെടുത്ത് കഴിയുമ്പോൾ ഒരു കുഞ്ഞ് സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു കുഞ്ഞ് മിഠായി കഷ്ണം കൊടുത്ത്, എപ്പോഴും കൊടുക്കലൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണിതനായിട്ട് ഇങ്ങനെ പണിയെടുത്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അഭ്യാസ പ്രകടനങ്ങൾ അവൻ്റെ മുഖത്തുണ്ടാവും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡോണു ആണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എൻ്റെ ഒക്കത്തുനിന്ന് അവിടെ തന്നെ ഇരുന്നിട്ട് ചേട്ടൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കാണുകയാണ്. ഇപ്പം ഞാനും അവനും വെയിലായതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അവനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ പിന്നെ എൻ്റെ അടുത്തുനിന്ന് മാറലില്ല, ഫുൾ ടൈം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ ഗേറ്റ് വന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ജോയി ചേട്ടനെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗേറ്റ് ആയാലും ഞങ്ങളുടെ കാർ പോർച്ചിൻ്റെ വർക്കായാലും ബാക്കിൽ വർക്ക് ഏരിയയ്ക്ക് ഗ്രില്ലൊക്കെ ഇടണമായിരുന്നു. അങ്ങനെ ഫുൾ വർക്ക് ജോയി ചേട്ടനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ ഗേറ്റും അതേപോലെ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈതപ്പൻ അതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, എന്താണ് പരിപാടിയൊക്കെ ചെയ്യണേന്നുള്ളത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പപ്പയാണെന്നുണ്ടെങ്കിൽ പപ്പ തൃശ്ശൂർ പോയിക്കായിരുന്നു. അപ്പോൾ പപ്പ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫുൾ വാച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുത്തിയേക്കാണ്. അതിൻ്റെ ഇടയിൽ ചാച്ചനും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാച്ചനും ഞാനിങ്ങനെ ക്യാമറയിൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇങ്ങനെ അവർ വരുന്നതും ഗേറ്റ് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നാളെ മറ്റന്നൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ വെക്കുള്ളായിരിക്കും, കംപ്ലീറ്റ് വർക്ക് ചെയ്യുള്ളായിരിക്കും. അതേപോലെ മതിലിൻ്റെ അതുമ വെക്കാനായിട്ടുള്ള ചാനലല്ല, വേറൊരു പേര് പറയുന്നുണ്ടായിരുന്നു, ആ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കാർ പോർച്ചിൻ്റെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിരുന്നു, നല്ല അടിപൊളി വർക്കായിരുന്നു. ഞാൻ എല്ലാനും കഴിഞ്ഞിട്ട്, ഇവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഞങ്ങളുടെ ബാക്കിലെ വർക്ക് ഏരിയയുടെ വർക്കും അതേപോലെ തന്നെ കാർ പോർച്ചിൻ്റെ വർക്കും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ പണിയൊക്കെ നടക്കുന്ന കാരണം ഭയങ്കര എന്താ പറയുക, മെസ്സി ആയിട്ടാണ് അവിടെയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചാച്ചന് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാർ പോർച്ചിൻ്റെ ഇതൊക്കെ. അപ്പോൾ ചാച്ചനും പറഞ്ഞു ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുണ്ട്, അടിപൊളി വർക്കായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുമ്പ് കാർ പോർച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പുതിയ കാർ വാങ്ങിയപ്പോൾ കുറച്ചും കൂടി ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് റിനോവേറ്റ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ എല്ലാം സെറ്റായതിന് ശേഷം വീഡിയോ എടുത്തിട്ട് ഒരു ഹോം ടൂർ പോലെയൊക്കെ ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പണി എപ്പോഴത്തേക്ക് തീരുമെന്ന് അറിയില്ല, എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് തീരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മതിൽമേൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഫുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഗേറ്റ് കൊണ്ടുവച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫിക്സിങ്ങും കാര്യങ്ങളും ബാക്കി വർക്കുകളൊക്കെ നെക്സ്റ്റ് ഡേ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വരുന്ന പച്ച ഷർട്ടിട്ട ചേട്ടനാണ് കേട്ടോ ജോയി ചേട്ടൻ. ആ ചേട്ടൻ്റെ വർക്കുകളാണ് മുഴുവനും. അപ്പോൾ ഈ ഗേറ്റ് ഇങ്ങനെ കയറൊക്കെ ഇട്ട് കെട്ടി എല്ലാം സെറ്റാക്കിയിട്ട് ആണ് അവർ പോയത്. അപ്പോൾ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കുർത്ത കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടോ. സാധാരണ എനിക്കുള്ള ഡ്രസ്സ് ഒന്നും ഞാൻ തന്നെ സെലക്ട് ചെയ്യാറില്ല, ഒന്നല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛനാണ് സെലക്ട് ചെയ്യാറ്, കാരണം എനിക്ക് സെലക്ഷൻ ഇച്ചിരി കുറവാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്നാലും ഞാനത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഏതപ്പനും ഡോണും തമ്മിലുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടുപേരെയും കൂടി ഇരുത്തിയേക്കാണ്. രണ്ടുപേരും കൂടി അടിയാവാണ്ടിരിക്കാൻ വേണ്ടി ഒരാളെ ഞാൻ മടി വെച്ചേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേപ്പറിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഡോൺ അങ്ങനെ ആരുടെയും കയ്യിൽ പോവാറില്ല, പക്ഷേ ഇവൻ്റെ കയ്യിൽ പെട്ടെന്ന് തന്നെ പോയി ആ തോളത്ത് ഇങ്ങനെ കിടന്നു. പിന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ തിരിച്ച് വരുന്നുണ്ടായില്ല കേട്ടോ. ഭയങ്കര ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ട് അവൻ്റെ തോളത്ത് ഇങ്ങനെ കിടക്കണമായിരുന്നു. ഒരാൾ വിളിച്ചു കഴിഞ്ഞാലും പോവാത്തതാണ്. എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആര് വിളിച്ചാലും പോവില്ല, പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ പോയായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഡോണിനാണെങ്കിൽ ഏതപ്പൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്വാസം മുട്ടിയാണ് എൻ്റെ അടുത്ത് നിൽക്കണേ കേട്ടോ. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഞാനും അമ്മയും ഐഷും ഡോണും ഏതപ്പനും കൂടി ഇറങ്ങാണ്. പപ്പ എല്ലാ ദിവസവും രാവിലെ കുർബാന കാണും. അങ്ങനെ രാവിലത്തെ കുർബാന കണ്ട കാരണം പിന്നെ പപ്പ ഞങ്ങളുടെ കൂടെ വന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വണ്ടി എടുത്തിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റിലായാലും ഇരുത്താൻ പേടിയാണ്, കാരണം കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എയർ ബാഗ് ഇതായിട്ട് ഒരു കുഞ്ഞ് മരിച്ചത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാച്ചൻ എപ്പോഴും പറയും ഫ്രണ്ട് സീറ്റിൽ ഇരുത്തണ്ടെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വൈകിട്ടായിട്ടുണ്ടായി, ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ടെറസിൽ പോയിട്ട് അവിടെ ഷീറ്റ് വിരിച്ചു. ഈ ഷീറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മുമ്പത്തെ വീഡിയോ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, കാരണം ഇത് ഏതപ്പനെ വാങ്ങിയൊരു കുട്ടി വീടായിരുന്നു. കുട്ടി വീടിൻ്റെ ഒരു ഷീറ്റായിരുന്നു. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിയതാണ് അമ്മ. അപ്പോൾ അത് തവിട് പൊടിയായിട്ട് ഇപ്പോൾ ആ ഷീറ്റ് മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ഷീറ്റ് താഴെ വിരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതുമേ
ചവിട്ടാൻ മണ്ണല്ല ആ ഗ്രിപ്പുമ്മ ചവിട്ടാണ്ട് സാധാ ആ ഷീറ്റും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിരിച്ചു കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ഉണ്ട് ഡോണ് പോണ കണ്ടില്ലേ, ആ മുട്ടും ആ കൈയൊക്കെ കുത്തിയിട്ട് ആ ഒരു സാധനത്തുമ്മ കൂടെ പോകാൻ എനിക്ക് തന്നെ ചെരുപ്പില്ലാണ്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവനിങ്ങനെ പോണ കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവും, ദൈവമേ കാല് ഒരയോ കൈ ഒരയോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ആശാനും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഈവനിങ് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഷീറ്റിൽ ഇങ്ങനെ എല്ലാവരും കൂടി കിടക്കാൻ കേട്ടോ. നല്ല രസമാണ് കിടന്നിട്ട് ആകാശം നോക്കി കിടക്കാൻ എന്ത് രസമാണെന്ന് അറിയോ. ഞാൻ ഫസ്റ്റ് ടൈമൊക്കെയാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞങ്ങൾ നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മുകളിലേക്കൊക്കെ പോവാറുണ്ട്. വേണ്ട ഈ ഡോണ് നടക്കണ കണ്ട അവൻ ഈ ഷീറ്റിൽ എന്ത് ചെയ്തിരിക്കില്ല, മറ്റേ തറക്കോടെ ഇങ്ങനെ നടക്കണം. അപ്പോൾ അവൻ നടക്കണം കണ്ടു കഴിയുമ്പോൾ എഴുതപ്പന് നടക്കും കേട്ടോ. പക്ഷേ എഴുതപ്പൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നടക്കൂല, അതായത് മുട്ടിലഴയൂല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് എഴുതപ്പൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന് ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമാവാൻ പാടില്ല, ചെരുപ്പമ്മ വെള്ളമാവാൻ പാടില്ല, മണ്ണാവാൻ പാടില്ല, കല്ലാവാൻ പാടില്ല, കൈമ പൊടിയാവാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ അത് കാരണം വല്ലാണ്ട് ചക്കൻ റിസ്ക് എടുക്കാറില്ല. പിന്നെ ഈ ഡോണ് കാണുമ്പോൾ ഉള്ള ആ ഒരു കൊതി കൊണ്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആൾ സൈഡായിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഈ ആയിഷു ആണെന്നുണ്ടെങ്കിൽ ഡോണിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും ബൈ ബൈ.